PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ എല്ലാ ദിവസവും PSC 2024 നടത്തിയിട്ടുള്ള LGS നിലവാരത്തിലുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളുടെ ഡിസ്കഷനാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ചോദ്യപേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യപേപ്പറാണ് സീമാൻ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് 104/2024. അപ്പോൾ എല്ലാ ചോദ്യപേപ്പറുകളും ഒന്നുപോലും വിടാതെ എല്ലാ ചോദ്യങ്ങളും പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ LGSന് വേണ്ടി SCRTയുടെ ക്ലാസ്സുകളും ഡെയിലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നോക്കുക, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ് എന്നുള്ളത് കറക്റ്റ് ആണ്. ദെൻ മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്, അതും ശരിയാണ്. പിന്നെ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റല്ലേ? ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി, അല്ലെ? ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ അത് ആ ഒരു പ്രസ്താവനയാണ് തെറ്റിയത്. ഇനി 4-ാമത്തെ പ്രസ്താവന, ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്, അതും ശരിയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. 6 മൗലികാവകാശങ്ങളുണ്ട്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ആമുഖവുമായി ബന്ധപ്പെട്ട ആൾ ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഏത് അവകാശത്തെയാണ്? ഓപ്ഷൻ സി, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. ആർട്ടിക്കിൾ ചോദിച്ചാൽ 32-നെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഓപ്ഷൻ ഡി, 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഓപ്ഷൻ സി, 1951-ലാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു. ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണിയല്ല, പിന്നെ ആരാണ്? മംഗൾ പാണ്ഡെ ആണ്. മംഗൾ പാണ്ഡെ ആണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. ഇത് രണ്ടും ശരിയാണ്. 1-ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ആദ്യത്തെ രക്തസാക്ഷി ആരാ? മംഗൾ പാണ്ഡെ ആണ്. അടുത്തത്, സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവസാനമായി കേരളത്തിൽ എത്തുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട്. ബാക്കിയെല്ലാം ശരിയാണ്. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്.
ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. ദെൻ 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റ്. അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്, 24 ആരക്കാലുകളാണ് ഉള്ളത്, അതുകൊണ്ടാണത് തെറ്റിപ്പോയത്. അടുത്തത് കുണ്ടറ വിളംബരം നടന്നത് എന്ന്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ്. മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി? മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ ആണ്. വില്യം ലോഗൻ കമ്മീഷൻ. അടുത്തത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആര്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതി ഭായ്. ഗൗരി പാർവതി ഭായ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് 1805 നവംബർ 30. 1805 നവംബർ 30. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത്? മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്നത് ഓപ്ഷൻ എ ആണ്. സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ്. കേരളത്തിൽ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 94% ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ആശയം കൈക്കൊണ്ട രാജ്യം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ. ഭക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഭക്രാനങ്കൽ ഡാം നിർമ്മിച്ചിട്ടുള്ള നദി എന്ന് പറയുന്നത് സത്ലജ് നദിയാണ്. സത്ലജ് നദി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹോമി ജഹാംഗീർ ഭാഭ. ഹോമി ജഹാംഗീർ ഭാഭ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹി. താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി. ജോൺ മത്തായി. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന്? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി അല്ലാത്തത്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ് എന്നുള്ളതും. അപ്പൊ ഇടനാടുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുണ്ട് എന്നുള്ളതും. ഇടനാട് എന്ന് വെച്ചാൽ ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് എന്നുള്ളതുമാണ് ഇടനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത് കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ ബി ആണ്. വാഴച്ചാൽ പത്തനംതിട്ട എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാഴച്ചാൽ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്, പാലരുവി കൊല്ലം. ഓക്കെ, അടുത്തത് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളത്. മത്സ്യ ഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യ ഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് ശരി. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ് എന്നുള്ളതും, സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളമാണ് എന്നുള്ളതും, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട് എന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. ഇനി നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ എന്ന് കൊടുത്തിട്ടുണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് വന്യജീവി സങ്കേതമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത് കേട്ടോ. അടുത്തത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉമാണ് തെറ്റിപ്പോയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കിയാണ്, അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല, അതും ശരിയാണ്. ഇനി ഇവിടെ തെറ്റിയത് എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്, ഇരവികുളം. ഇനി അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഇരവികുളമാണോ? അല്ല, സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. അപ്പൊ അതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അടുത്തത് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. കബനി, പാമ്പാർ, കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം എന്ന് പറയുന്നത് പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻ എ ആണ്, ശാസ്താംകോട്ട. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല കോട്ടയമാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉം. താരതമ്യേന വീതി കുറവ്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇത് രണ്ടും പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് അല്ലെങ്കിൽ പശ്ചിമ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ കാണപ്പെടുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഇത് രണ്ടുമാണ് കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉമാണ് ശരിയല്ലാത്തത്. അപരദന തീവ്രത കുറവ് എന്നുള്ളതും വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം എന്നുള്ളതും. ബാക്കി അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ, ഇത് രണ്ടുമാണ് ഹിമാലയൻ നദികൾ കേട്ടോ. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ എന്നുള്ളത് ഹിമാലയൻ നദികൾ. ഈ അപരദന തീവ്രത കുറവും താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഉപദ്വീപീയൻ നദികളുടെ പ്രത്യേകതയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെ? പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്നത് 1ഉം 2ഉം നെവാഷേവ, കാണ്ഡ്ല എന്നിവയാണ് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. നെവാഷേവ, കാണ്ഡ്ല. ഹാൽഡിയ, വിശാഖപട്ടണം എന്നിവ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് 1ഉം 3ഉം കാരക്കോറം, സസ്കർ എന്നിവയാണ്. കാരക്കോറം, സസ്കർ എന്നിവയാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കബനി എന്ന് പറയുന്നത് കാവേരി നദിയുടെ പോഷക നദിയാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആര്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പിയാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? വയലാർ അവാർഡ് ലഭിക്കുന്നത്. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. രാഹുൽ ഗാന്ധി. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. G20 ഉച്ചകോടി 2024 വേദി എന്ന് പറയുന്നത് ബ്രസീലാണ്. ബ്രസീൽ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്? ഏതൊക്കെ മേഖലയാണ്? ഓപ്ഷൻ ഡി ആണ്. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിവ. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കഥകളിയിലെ വേഷങ്ങൾ ഓപ്ഷൻ സി 1ഉം 3ഉമാണ്. കത്തി, കരി, താടി, പിന്നെയോ പച്ച മിനുക്ക്. കത്തി, കരി, താടി, പച്ച മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ വേഷങ്ങൾ. കളിക്കാരുടെ എണ്ണം 11ആയി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? കളിക്കാരുടെ എണ്ണം 11ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ക്രിക്കറ്റ്, ഹോക്കി, അതുപോലെ ഫുട്ബോൾ. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എന്നിവയിലാണ് 11 കളിക്കാർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? വള്ളത്തോളിന്റെ കൃതിയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പൊ ബാക്കി ബധിരവിലാപം, ഋതുവിലാസം, കൊച്ചു സീത ഇതൊക്കെ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത്, താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആര്? വഹിക്കാത്തത് ഓപ്ഷൻ സി ആണ്. 3 മാത്രം. ബാക്കി എല്ലാം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് കേട്ടോ. അടുത്തത്, ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 75 രൂപ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേരാണ് ഏത്? സംവിധാൻ സദൻ എന്ന് അറിയപ്പെടുന്നത്. സംവിധാൻ സദൻ. അടുത്ത ചോദ്യം, ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇസ്രായേൽ. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആൻ ഫ്രാങ്ക് കേട്ടോ. ആൻ ഫ്രാങ്ക്. അടുത്തത്, ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് ആര്? ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് പുല്ലാണ് അല്ലെ. പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഉൽപാദകർ എന്ന് പറയുന്നത് ഹരിത സസ്യങ്ങളാണ്, പുല്ല്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര എന്ന് പറയുന്നത് തെങ്ങിന്റെ ഇനമാണ്. തെങ്ങിന്റെ ഇനം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ ബി ആണ്. ജീവകം ബിയുടെ കുറവ് കൊണ്ടാണ് വായ്പുണ്ണ് ഉണ്ടാവുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ദേശീയ പാർക്ക് സൈലന്റ് വാലി എന്നുള്ളതാണ്
ശരിയായിട്ടുള്ളത്. നീലഗിരി, അഗസ്ത്യമല തുടങ്ങിയവ എന്താണ്? ബയോസ്ഫിയർ റിസർവുകളാണ്. നീലഗിരി, അഗസ്ത്യമല എന്നിവ എന്താണ്? ബയോസ്ഫിയർ റിസർവുകളാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കടലുണ്ടി എന്ന് പറയുന്നത് പക്ഷി സങ്കേതമാണ്. കടലുണ്ടി പക്ഷി സങ്കേതം. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശാസ്ത്രജ്ഞർ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ആണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഓപ്ഷൻ ഡി ആണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. pH മൂല്യം 7ൽ കുറവാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡിന്റെ സ്വഭാവം, pH മൂല്യം 7ൽ കുറവും ആസിഡിന്റെയാണ്. ഇനി ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നതും pH മൂല്യം 7ൽ കൂടുതലും എന്ന് പറയുന്നത് ബേസിന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ക്ഷാര സ്വഭാവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൽക്കലിയുടെ സ്വഭാവമാണ്. അടുത്തത്, 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പൊ സമതല ദർപ്പണവും അതിന്റെ കോണളവും തന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. n = 360/θ-1. അപ്പോൾ n ആണ് എണ്ണം കാണാനായിട്ട്. 360 ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 60 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 60 -1 ചെയ്യാം. 0 ക്യാൻസൽ ആയി. 6 36 6 തവണ. സോ 6 - 1 ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് ആൻസർ കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 5 പ്രതിബിംബങ്ങളാണ് ഉണ്ടാവുന്നത്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുക. അടുത്തത്, താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനമാണ് ആസാം. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ദോലന ചലനത്തിൽ പെടാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉമാണ്. അപ്പോൾ ആട്ടുകട്ടിലിന്റെ ചലനവും ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനവും എന്താണ്? ദോലനമാണ്. ആട്ടുകട്ടിലിന്റെ ചലനവും ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനവും ദോലനമാണ്. ഈ ഫാനിലെ ദളങ്ങളുടെ ചലനം എന്ന് പറയുന്നത് പരിക്രമണ ചലനത്തിന് എക്സാമ്പിൾ ആണ്. പരിക്രമണ ചലനമാണ് ഫാനിലെ ദളങ്ങളുടെ ചലനം. സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം എന്ന് പറയുന്നത് വർത്തുള ചലനത്തിന് എക്സാമ്പിൾ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആര്? അവസാനമായി കാലുകുത്തിയത് ഓപ്ഷൻ ഡി ആണ്, യൂജിൻ സെർനൻ. ലോക ജലദിനം എന്ന്? ലോക ജലദിനം മാർച്ച് 22. ജലദോഷമുണ്ടാക്കുന്ന രോഗകാരി വൈറസ് ആണ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഡെങ്കിപ്പനി രോഗം പരത്തുന്നത് ഏഡിസ് കൊതുകുകളാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ്? എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്നത് HIV. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 120/80 mmHg. മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 206. പല്ലുകൾക്ക് വെളുപ്പു നിറം നൽകുന്ന ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇനാമൽ. ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ഉത്തരം ഓപ്ഷൻ എ ആണ്, 72 തവണ. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്രോങ്കൈറ്റിസ് ആണ്. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗം. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ടൈഫോയിഡ് ആണ്. ബാക്കി പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൃതസഞ്ജീവനി. ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ.
ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏത്? ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് വരയാടാണ്, വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ ബി ഹോർട്ടികൾച്ചർ. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ ഡി നെല്ലിന്റെ വിത്തിനങ്ങളാണ് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ ദിവസവും ഓരോ ചോദ്യ പേപ്പറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്